ആടുജീവിതമാണ് ഇപ്പോൾ ചർച്ചകളിലെങ്ങും നിറയുന്നത്. മലയാളികൾ ഒറ്റയിരുപ്പിന് വായിച്ചു തീർത്ത ഏറ്റവും അധികം കോപ്പികൾ വിറ്റഴിഞ്ഞ ബെന്യാമിന്റെ ആടുജീവിതം നോവലിന് ആരാധകരാണ് കൂടുതലെങ്കിലും അതിനൊപ്പം തന്നെ വിമർശനങ്ങളും അക്കാലത്ത് നേരിടേണ്ടി വന്നിരുന്നു. ഇപ്പോൾ നോവൽ സിനിമയായ അഭ്രപാളിയിലെത്തിയപ്പോൾ പുകഴ്ത്തലുകൾക്കും അഭിനന്ദനങ്ങൾക്കും ഒപ്പം തന്നെ ചില ശക്തമായ വിമർശനങ്ങളും ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. നോവലിലുള്ള പല വിവാദ രംഗങ്ങളും സിനിമയിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായിരുന്നില്ലെന്നും നോവലിലും സിനിമയിലുമുള്ളതെല്ലാം യഥാർത്ഥത്തിൽ നജീബിന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണോ എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഒപ്പം നജീബിനെ രക്ഷിച്ചതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച മലയാളി ഹോട്ടലുകാരൻ കുഞ്ഞിക്ക എന്ന കുഞ്ഞാക്കയുടെ അഭിമുഖങ്ങളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. താനാണ് നജീബിനെ രക്ഷിച്ച ആ ഹോട്ടലുകാരൻ എന്നും തുടങ്ങി അദ്ദേഹം ചില കാര്യങ്ങൾ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഇത് വലിയ ചർച്ചയായ സാഹചര്യത്തിൽ ബെന്യാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെയധികം ശ്രദ്ധ നേടുകയാണ്. താൻ കുഞ്ഞിക്കയുടെ അഭിമുഖം കണ്ടിരുന്നെന്നും കഥയിലെ കുഞ്ഞിക്ക അയാൾ ആയിരിക്കാം അല്ലായിരിക്കാം, പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യം ശുദ്ധ നുണയാണെന്നാണ് ബെന്യാമിന്റെ വാദം. താൻ ഒരാളെയും കഥ കേൾക്കാൻ സമീപിച്ചിട്ടില്ലെന്നും നജീബ് പറഞ്ഞ കുഞ്ഞിക്കയെ മാത്രമേ തനിക്ക് അറിയൂ എന്നും ബെന്യാമിൻ പറയുകയുണ്ടായി. കൂടാതെ ഹക്കീമാണ്, ഇബ്രാഹിം ഖാദിരിയാണ് താൻ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഇനി വന്നേക്കാമെന്നും, പക്ഷേ നോമ്പ് കാലമല്ലേ ഇതെന്നും ബെന്യാമിൻ പോസ്റ്റിൽ ചോദിക്കുന്നുണ്ട്. പിന്നീട് തൊട്ടടുത്ത് തന്നെ മറ്റൊരു ഫേസ്ബുക്ക് കുറിപ്പ് കൂടെ ബെന്യാമിൻ പങ്കുവെക്കുകയുണ്ടായി. സിനിമയിലും നോവലിലുമൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ നടന്നതാണോ, എങ്കിൽ എന്തുകൊണ്ട് പല രംഗങ്ങളും ഒഴിവാക്കിയെന്ന് തുടങ്ങിയ ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും കൃത്യമായ മറുപടി നൽകിക്കൊണ്ടുള്ള ഒരു കുറിപ്പായിരുന്നു അത്. ആടുജീവിതം ഒരിക്കലും ഷുക്കൂറിന്റെ ജീവിത കഥയല്ലെന്നും പലരുടെയും അനുഭവങ്ങൾ കൂട്ടിച്ചേർത്തെഴുതിയ നോവലാണെന്നുമാണ് ബെന്യാമിന്റെ പോസ്റ്റ്. നോവലിലെ നായകൻ ഷുക്കൂർ അല്ലെന്നും നജീബാണെന്നും അനേകം ഷുക്കൂർമാരിൽ നിന്ന് കടം കൊണ്ട ഒരു കഥാപാത്രം മാത്രമാണ് നജീബെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ 20 വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സിനിമ ഇറങ്ങിയ പശ്ചാത്തലത്തിൽ ഒരിക്കൽ കൂടി പറയുന്നുവെന്ന് പറഞ്ഞാണ് കുറിപ്പ് ആരംഭിക്കുന്നത്. നോവലിൽ 30% താഴെ മാത്രമേ ഷുക്കൂറുള്ളൂ. ഷുക്കൂറിന്റെ ജീവിതകഥ അല്ല ആടുജീവിതം. അത് തന്റെ നോവലാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. പുറംചട്ടയിൽ അത് വലുതാക്കി എഴുതിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. നോവലിൽ നജീബ് ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും താനാണ് ഉത്തരവാദി. അതുകൊണ്ട് ഷുക്കൂറിനെ അദ്ദേഹത്തിന്റെ പാട്ടിന് വിടാനാണ് ബെന്യാമിൻ പറയുന്നത്. ഇതൊക്കെ നടന്നതാണോ തുടങ്ങിയ അസംബന്ധ ചോദ്യങ്ങൾ ഒഴിവാക്കണമെന്നും നോവലുമായി ബന്ധപ്പെട്ട സംശയമുണ്ടെങ്കിൽ തന്നോട് ചോദിക്കാനും പറഞ്ഞുകൊണ്ടാണ് ബെന്യാമിൻ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. സിനിമ ആഗോളതലത്തിൽ ശ്രദ്ധ നേടുകയും പ്രശംസകൾ വാരിക്കൂട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കഥയും ജീവിതവും തമ്മിലുള്ള ഈ യുദ്ധങ്ങൾക്ക് ഒരവസാനം എന്നോണമായിരിക്കാം ബെന്യാമിന്റെ ഈ പോസ്റ്റ്. അല്ലെങ്കിൽ ചിലപ്പോൾ വലിയൊരു ചർച്ചയ്ക്ക് തുടക്കവുമാവാം.